ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഗ്രാമർ പഠനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ടെൻസ് പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. ആ പാഠഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മലയാളം വാചകങ്ങൾ 12 മലയാളം വാചകങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി തന്നിരുന്നു. അത് ഹൃദ്യസ്ഥമാക്കിയതിന് ശേഷമാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് ആ സെൻറ്റൻസുകളിലേക്ക് ഒന്നുകൂടി പോകാം. അവൻ എഴുതുന്നു, ഇതായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഉദാഹരണമായിട്ട് എടുത്തിട്ടുള്ള ഒരു വാചകം. അവൻ എഴുതുന്നു എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ്. അതിന് നമ്മൾ അവൻ എഴുതുകയാണ്, അവൻ എഴുതിയിട്ടുണ്ട്, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അവൻ എഴുതി, അവൻ എഴുതുകയായിരുന്നു, അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവൻ എഴുതും, അവൻ എഴുതുകയായിരിക്കും, അവൻ എഴുതിയിട്ടുണ്ടാകും, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും എന്നിങ്ങനെ 12 രൂപത്തിൽ ഈ വാചകങ്ങളെ അവതരിപ്പിച്ചിരുന്നു. ഈ വാചകങ്ങളെ 1 മുതൽ 12 വരെയും അതുപോലെ തന്നെ തിരിച്ചും പറയാൻ നമുക്ക് സാധിക്കണം. ഉദാഹരണം, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, ഇതാണ് 12ാമത്തെ സെന്റൻസ്. 11 അവൻ എഴുതിയിട്ടുണ്ടാകും, 10 അവൻ എഴുതുകയായിരിക്കും, 9 അവൻ എഴുതും, 8 അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, 7 അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു, 6 അവൻ എഴുതുകയായിരുന്നു, 5 അവൻ എഴുതി, 4 അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, 3 അവൻ എഴുതിയിട്ടുണ്ട്, 2 അവൻ എഴുതുകയാണ്, 1 അവൻ എഴുതുന്നു. അപ്പോൾ ഇതാണ് ആ വാചകങ്ങൾ. അപ്പോൾ നമ്മൾ ടെൻസ് പഠിച്ചു തുടങ്ങുകയാണ്. ഇതിൽ ഒന്നാമത്തെ ടെൻസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ വാചകം എന്ന് പറയുന്നത് അവൻ എഴുതുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് എഴുതാം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. അവൻ എഴുതുന്നു എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ളൊരു വാചകമാണ്. എങ്കിലും ഇതെങ്ങനെ ഇംഗ്ലീഷിൽ തെറ്റുകൂടാതെ കൃത്യമായിട്ട് എഴുതാം എന്ന് നമ്മൾ പഠിക്കുകയാണ്. എന്നാൽ ഇത് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു ചെറിയ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു വാചകം എഴുതുമ്പോൾ, ഒരു സെന്റൻസ് എഴുതുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെ കുറിച്ചൊരു ധാരണ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കണം. സെന്റൻസ് സ്ട്രക്ചറുകൾ നമ്മൾ സാധാരണ S+A+V എന്ന് പറയുന്ന ഒരു സമവാക്യം, ഈ സമവാക്യത്തിലൂടെയാണ് നമ്മൾ പറയാറുള്ളത്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി വെർബുകളെയാണ് സൂചിപ്പിക്കുന്നത്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബുകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ് ഈ ഓക്സിലറികൾ എന്ന് പറയുന്നത്. മറ്റ് ഭാഷകൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ സെന്റൻസുകൾ നിർമ്മിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ സബ്ജക്റ്റ് എന്ന് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെന്റൻസിനകത്ത് പ്രവൃത്തി ചെയ്യുന്ന ആളെ സൂചിപ്പിക്കുന്നതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഐ ആം സ്പീക്കിംഗ്, ഞാൻ സംസാരിക്കുകയാണ്. ഇവിടെ ഞാനാണ് സംസാരിക്കുന്നത്, ഞാനാണ് പ്രവൃത്തി ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ, ഐ ആണ് ഇവിടെ സബ്ജക്റ്റ്. അതുപോലെ ബസ് വരുന്നു, ബസ് കംസ്, ഇവിടെ വരുന്നത് ബസ്സാണ്. അതുകൊണ്ട് ബസ്സാണ് ആ വാചകത്തിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റുകൾ ഏതുമാകാം, ഐ, യു, വി, ഹി, ഷീ, ദേ തുടങ്ങി, ഇറ്റ്, ദാറ്റ്. അതുപോലെ ആളുകളുടെ പേരുകൾ, രാജൻ ഈസ് സിംഗിങ്, ശ്രുതി ഈസ് ഗോയിങ്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളുടെ പേരുകൾ, അങ്ങനെ എന്തും സബ്ജക്റ്റായിട്ട് വരാം. അടുത്തതായിട്ട് ഓക്സിലറി വെർബുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇംഗ്ലീഷ് ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ് ഈ ഓക്സിലറി വെർബുകൾ എന്ന് പറയുന്നത്. ഈ ഓക്സിലറി വെർബുകൾ കൃത്യമായിട്ട് എവിടെ ഉപയോഗിക്കണം എന്ന് പഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ടെൻസ് പഠനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പൊതുവായിട്ട് ടെൻസിൽ ഉപയോഗിക്കുന്ന ഓക്സിലറികളാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. ഇതിനെ മോഡൽ ഓക്സിലറികൾ എന്നാണ് പറയാറുള്ളത്. ഡു, ഡസ്, ഡിഡ്, ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, ഷാൾ, വുഡ്, ഷുഡ്. ഈ ഓക്സിലറികൾ എവിടെയെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് വെർബ്. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയകളാണ്. ഒരു സെന്റൻസിനകത്തുള്ള പ്രവൃത്തി, ഐ ആം റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റൈറ്റ് എന്ന് പറയുന്നതാണ് വെർബ്. അപ്പോൾ ഒരു സെന്റൻസിനകത്തുള്ള പ്രവൃത്തികളെ, പ്ലേ, സ്റ്റഡി, റൈറ്റ്, ഗോ, കം, തിങ്ക്, റൺ, സ്ലീപ്, ഫ്ലൈ, ക്രൈ, സിംഗ്, അങ്ങനെ ഏതും തരത്തിലുള്ള പ്രവൃത്തിയും നമുക്ക് വെർബായിട്ട് പരിഗണിക്കാം. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ജീവനുള്ള ഒരു വസ്തു ചെയ്യുന്ന പ്രവൃത്തികളാണ് വെർബുകൾ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഏതൊരു ഭാഷ പഠിക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ആ ഭാഷയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെർബുകളാണ്. അങ്ങനെ വെർബുകളിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഭാഷ സംസാരിക്കാൻ സാധിക്കുന്നത്. അത് ഹിന്ദി ഭാഷയാണെങ്കിലും തമിഴ് ഭാഷയാണെങ്കിലും
കന്നഡയാണെങ്കിലും അറബിയാണെങ്കിലും ഏത് ഭാഷയാണെങ്കിലും നമ്മൾ ആ ഭാഷ പഠിക്കാൻ പോവുകയാണെങ്കിൽ, ആ ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ, ഒരാൾ അയാളുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ ഒരു ലിസ്റ്റാക്കിയിട്ട് മാറ്റുക. എന്നിട്ട് ആ ലിസ്റ്റിനനുസരിച്ചുള്ള വാക്കുകൾ നമ്മൾ പഠിക്കുക. സാധാരണയായിട്ട് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിനകത്ത് ഉപയോഗിക്കുന്നത് 200 മുതൽ 400 വരെ വരാവുന്ന ക്രിയകളാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് എന്ന് പറയുന്നു. കേവലം 200 ക്രിയകൾ വ്യക്തമായി ധാരണ ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വളരെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ 200 വാക്കുകളുടെ ഒരു കളക്ഷൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ആ വാക്കുകൾ ഞാൻ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ വെർബുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വെർബുകളെ കൃത്യമായിട്ട് പഠിക്കുക. ഉദാഹരണമായിട്ട് കരയുക എന്നതിന് നമ്മൾ ക്രൈ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കും. പക്ഷെ അതേസമയം നമ്മൾ കരയുന്നതിനൊപ്പം തന്നെ നമ്മൾ തേങ്ങുക, സോബ്, അതുപോലെ വിതുമ്പുക, വീപ്പ്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ക്രിയകൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പുഞ്ചിരിക്കുക എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് നമുക്കറിയാമായിരിക്കാം. അതേസമയം തന്നെ ചിരിക്കുക, അട്ടഹസിക്കുക, ആക്രോശിക്കുക എന്നീ വാക്കുകളുടെയൊക്കെ ഇംഗ്ലീഷ് നമ്മൾ അതുമായി ബന്ധപ്പെടുത്തി പഠിക്കേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള ഭാഷാ പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വാക്കുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് പിന്നീട് ഈ ടെൻസ് പഠനത്തിന് ശേഷം. ഇപ്പോൾ നിങ്ങൾക്ക് സെന്റൻസ് സ്ട്രക്ചറിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ സംസാരിച്ചു, ഇംഗ്ലീഷിലെ സെന്റൻസ് നിർമ്മിക്കുമ്പോൾ ആദ്യ സബ്ജക്റ്റാണ്, ഓക്സിലറി ആണ്, വെർബാണ്. ഞാനൊരു ഉദാഹരണം കാണിക്കാം. മലയാളത്തിൽ നമ്മൾ ഒരു സെന്റൻസ് എടുക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മലയാള ഭാഷയിൽ ഇത്തരം വാചകങ്ങളെല്ലാം, മലയാളം ഭാഷ നമുക്ക് പഠിക്കാൻ എളുപ്പമാകുന്നതും അതുപോലെ സംസാരിക്കാൻ എളുപ്പമാകുന്നതും, മലയാള ഭാഷ മാത്രമല്ല ദ്രാവിഡ ഭാഷകളൊക്കെ നമുക്ക് പഠിക്കാൻ എളുപ്പമായി തോന്നുന്നത് ഈ സ്ട്രക്ചറിന്റെ അറേഞ്ച്മെന്റിനകത്തുള്ള ഒരു താളം അല്ലെങ്കിൽ ഒരു ഭംഗിയുണ്ട്. അത് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് അതില്ല. ഇംഗ്ലീഷ് ഒരു ഇറഗുലർ ആയിട്ട് ഉള്ള ഒരു ഓർഡറാണ് ഇംഗ്ലീഷ് സെന്റൻസുകൾക്കുള്ളത്. മലയാളത്തിൽ അങ്ങനെയല്ല. നമുക്ക് ഈ വാചകം ഒന്ന് നോക്കാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 1 2 3 എന്ന ഓർഡറിൽ അതിമനോഹരമായിട്ട് ഈ വാചകത്തിൽ വാക്കുകൾ കോർത്തിണക്കിയിരിക്കുന്നു. എന്നാൽ നമ്മളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ എന്നതിന് ഐ, നിന്നെ എന്നതിന് യു എന്ന് ഇംഗ്ലീഷിൽ പറയും, സ്നേഹിക്കുന്നു എന്നതിന് ലവ് എന്ന് പറയും. ഐ യു ലവ്. നമ്മൾ 1 2 3 ഓർഡറിലാണെങ്കിൽ ഇംഗ്ലീഷ് പറയുന്നതെങ്കിൽ ഐ യു ലവ് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല. അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഐ, നിന്നെ യു, സ്നേഹിക്കുന്നു ലവ്. അപ്പോൾ ഇവിടെ 1 3 2 ഓർഡറിലാണ്. ഒരു ഇറഗുലർ ആയിട്ടുള്ള ഓർഡറാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനുള്ളത്. അതുകൊണ്ടാണ് ഇത് പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നത്. എന്നാലും ഈ ഇക്വേഷൻ S+A+V എന്ന് പറയുന്ന ഈ ഇക്വേഷൻ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റുകയില്ല. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അവൻ എഴുതുന്നു. ഈ വാചകം നമുക്കിനി ഇംഗ്ലീഷിൽ എഴുതാം. അവൻ എന്ന് പറയുന്നതിന് നമുക്കറിയാം ഹി എന്നാണ് പറയുക. എഴുതുന്നു എന്ന് പറയുന്നതിന് റൈറ്റ് എന്നാണ് പറയുക. എന്നാൽ ഇതിനിടയിൽ ഏത് ഓക്സിലറി ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡു, ഡസ്. ഇത് വളരെയധികം ശ്രദ്ധിക്കണം. അവൻ എഴുതുന്നു എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ അവൻ എന്നതിന് ഹി എന്നും എഴുതുന്നു എന്നതിന് റൈറ്റ് എന്നുമാണ് പറയുക. ഹി, റൈറ്റ്. ഇതിനിടയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡസ് ആണ്. എന്തുകൊണ്ടാണ് ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? കാരണം സബ്ജക്റ്റ്, സെന്റൻസിനകത്ത് സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ നമ്മൾ ഡസ് എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിക്കും. എന്നാൽ ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ഡു എന്ന് പറയുന്ന ഓക്സിലറി ഉപയോഗിക്കും. ഇവിടെ ഹി എന്ന് പറയുന്നത്, അവൻ എന്ന് പറയുന്നത് ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ ഡസ് ഉപയോഗിച്ചിരിക്കുന്നു. ഹി ഡസ് റൈറ്റ്. അവൻ എഴുതുന്നു. ഇനി നമുക്ക് മറ്റു ചില ഉദാഹരണങ്ങൾ നോക്കാം. അവൾ വരുന്നു. ഷീ ഡസ് കം. ഇവിടെ അവൾ ഒരാളായതുകൊണ്ട് നമ്മൾ ഡസ് ഉപയോഗിച്ചു. രമേശ് പാടുന്നു. രമേശ് ഡസ് സിംഗ്. രമേശ് ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഡസ് ഉപയോഗിച്ചു. പക്ഷി പറക്കുന്നു. ഇവിടെ ഒരു പക്ഷിയെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ബേർഡ് ഡസ് ഫ്ലൈ. ഒരു പക്ഷി ആയതുകൊണ്ട് നമ്മളിവിടെ ഡസ് ഉപയോഗിച്ചു. അവർ എഴുതുന്നു. അവർ ഒന്നിൽ കൂടുതൽ ആളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മളിവിടെ ഡു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ പോകുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ഞാൻ പോകുന്നു, ഇവിടെ ഡു ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞു സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ ഡസും ഒന്നിൽ കൂടുതൽ ആളാണെങ്കിൽ ഡൂവുമാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഉള്ളൂ, എങ്കിൽ കൂടി ഡു ഉപയോഗിക്കുന്നു. കാരണം ഐ എന്ന് പറയുന്ന വാക്കിൻ്റെയും യു എന്ന് പറയുന്ന വാക്കിൻ്റെയും കൂടെ നമ്മൾ ഡു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ഞാൻ പോകുന്നു, ഐ ഡു ഗോ. നീ കളിക്കുന്നു, യു ഡു പ്ലേ. ഹലോ, ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിപ്പോൾ പറഞ്ഞു സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ ഡസ് ഉപയോഗിക്കും, ഒന്നിൽ കൂടുതൽ ആളാണെങ്കിൽ ഡു ഉപയോഗിക്കും, ഐൻ്റെ കൂടെയും യുവിൻ്റെ കൂടെയും ഡു ഉപയോഗിക്കും. ഇതോടൊപ്പം തന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ എഴുതുന്നു എന്നത് ഹി ഡസ് റൈറ്റ് എന്നാണെങ്കിൽ കൂടി നമ്മൾ സാധാരണ സംസാരിക്കുമ്പോഴോ എഴുതുമ്പോഴോ നമ്മൾ ഹി ഡസ് റൈറ്റ് എന്ന് പറയാറില്ല. അതിന് പകരം ഈ ഡസ്സിനെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇതിനെ ഈ റൈറ്റിൻ്റെ പുറകിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒളിപ്പിക്കും. ഹി ഡസ് റൈറ്റ് എന്നതിന് പകരം ഹി റൈറ്റ്സ് എന്നാണ് പറയാറുള്ളത്. ഈ ഡസ് ഇവിടെ ഒളിപ്പിക്കുമ്പോൾ അതിൻ്റെ യെസ് ആണ് ഇവിടെ കാണുന്നതെന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. എന്തായാലും ഹി ഡസ് റൈറ്റ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് ഹി റൈറ്റ്സ് എന്നാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ ഉദാഹരണങ്ങൾ നോക്കാം. ഷീ ഡസ് കം. ഇവിടെയും നമ്മൾ ഈ ഡസ്സിനെ ഈ കമ്മിൻ്റെ പുറകിൽ ഒളിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഡസ്സിനെ നമ്മൾ ഒഴിവാക്കുകയാണ്. അങ്ങനെ ഒഴിവാക്കുമ്പോൾ ഷീ കംസ് എന്നായിട്ട് മാറും. ഈ സെൻറ്റൻസ് ഷീ കംസ് എന്നായിട്ട് മാറും. രമേശ് പാടുന്നു. ഈ ഡസ് നമ്മൾ ഒഴിവാക്കുകയാണ്, പകരം നമ്മൾ രമേശ് സിങ്സ് എന്ന് പറയുന്നു. പക്ഷി പറക്കുന്നു. ബേർഡ് ഡസ് ഫ്ലൈ എന്നുള്ളത് നമ്മൾ ബേർഡ് ഫ്ലൈസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദേ ഡു റൈറ്റ്. ഈ ഡൂവിനെയും ഇതുപോലെ നമ്മൾ ഒളിപ്പിക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കി പറയാം. ഡൂവിനെ നമ്മൾ ഒളിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇത് ചെറിയൊരു വാക്കാണ്, ഇവിടെ ഒന്നും കാണാനില്ല എന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. ദേ ഡു റൈറ്റ് എന്നുള്ളത് നമ്മൾ ദേ റൈറ്റ് എന്ന് മാത്രമേ എഴുതുള്ളൂ. അതായത് ഇവിടെ ഓക്സിലറികളൊന്നും കാണുന്നില്ല. ഒരു സെൻറ്റൻസിനകത്ത്, ഒരു പ്രസൻറ്റ് സെൻറ്റൻസിനകത്ത് സാധാരണ ഓക്സിലറികളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ ഒളിച്ചിരിക്കുന്ന ആൾ ഡു എന്ന് പറയുന്ന ഓക്സിലറിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഐ ഡു ഗോ, ഈ പറഞ്ഞതുപോലെ തന്നെ ഐ ഗോ എന്ന് പറഞ്ഞാൽ മതി, ഇതിൻ്റെ ഉള്ളിൽ ഡു ഉണ്ട്. യു ഡു പ്ലേ, യു പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി, ഇവിടെ ഡു ഒളിച്ചിരിപ്പുണ്ട്. ഡസ് ആണെങ്കിൽ ഈ വെർബിൻ്റെ കൂടെ, വാക്കുകളുടെ കൂടെ എസ് നമുക്ക് കാണാൻ പറ്റും. എസ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒളിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഡു ആണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് പ്രത്യേകം ഓർക്കുക. അത് ഈ ടെൻസിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്, മറ്റു ടെൻസുകൾക്കൊന്നും അത്തരം പ്രത്യേകതകളില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ഇപ്പം നമ്മൾ പഠിച്ച ടെൻസിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നാണ് പറയാനുള്ളത്. ഗ്രാമറിൽ ഈ ഒന്നാമത്തെ ടെൻസിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നാണ് പറയുക. 12 ടെൻസുകൾക്കും പ്രത്യേകം പേരുകളുണ്ട്. ഒന്നാമത്തെ ടെൻസിന് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നാണ് പറയുക. ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അവൻ എഴുതുന്നു, അവൾ എഴുതുന്നു, പട്ടി കുരയ്ക്കുന്നു, ഞാൻ സംസാരിക്കുന്നു, അച്ഛൻ പിടിക്കുന്നു, അവൾ കരയുന്നു, ബസ് വരുന്നു എന്നൊക്കെ പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. എന്നാൽ അത് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് ചില അവസരങ്ങളിൽ പൊതുവായിട്ട് ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ചില ഹാബിറ്റുകൾ പറയാം, നമ്മുടെ ജീവിതത്തിലെ ചില ശീലങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കും. ഉദാഹരണമായിട്ട് ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകുന്നു. അപ്പോൾ ഇതൊരു സ്ഥിരമായിട്ടുള്ള ഒരു ശീലമാണ്, എല്ലാ ദിവസവും ഞാൻ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകുന്നു എന്നതിന് നമ്മൾ ഈ ടെൻസ് ആണ് ഉപയോഗിക്കുക, ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഐ ഇവിടെ നമുക്കറിയാം ഡു എന്ന് പറയുന്ന ഓക്സിലറിയാണ്, ഇതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നത് ഐ ഡു ഗോ എന്നാണ്. പക്ഷെ നമ്മളത് ചുരുക്കി പറയുമ്പോൾ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ എന്നാണ് പറയുക. ഇവിടെ ഗോയ്ക്ക് പകരം ഡസ് ആണെങ്കിൽ ഗോസ് എന്നാണ് പറയുക എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്തായാലും ഐ ഗോ ടു സ്കൂൾ എവറി ഡേ, എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകുന്നു, ഇതൊരു ഹാബിറ്റാണ്, ഒരു സ്ഥിരമായിട്ടുള്ള സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ടെൻസ് ഉപയോഗിച്ച് പറയും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോമൺ ആയിട്ടുള്ള ചില ട്രൂത്തുകൾ പറയാൻ വേണ്ടി നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കും. ഉദാഹരണം, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ എല്ലാ ദിവസവും കിഴക്ക് ഭാഗത്താണ് ഉദിക്കുന്നത്. ഇതൊരു കോമൺ ട്രൂത്താണ്, അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാവില്ല, അത് സ്ഥിരമായിട്ടുള്ള ഒരു ഫാക്റ്റ്, ഒരു ട്രൂത്താണ്. അതുകൊണ്ട് നമ്മൾ ഈ ടെൻസ് ഉപയോഗിച്ചാണ് പറയുക. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ സ്ഥിരമായിട്ട് പത്രം വായിക്കുന്ന ആളുകളാണ്, ഇംഗ്ലീഷ് പത്രം വായിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇംഗ്ലീഷ് പത്രങ്ങളുടെ തലക്കെട്ടുകൾ, ന്യൂസ് ഹെഡിങ്സുകൾ അധികവും ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇനി നമുക്ക് നോക്കാം.
ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ ടെൻസ് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ടെൻസിന്റെ പേര് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അവൻ എഴുതുന്നു എന്ന് പറയുന്ന ഈ വാചകം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഹി റൈറ്റ്സ്, ഹി ഡസ് റൈറ്റ്, അതായത് ഹി റൈറ്റ്സ് എന്നാണ് പറയുക എന്ന് നമ്മൾ പഠിച്ചു. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വാചകങ്ങളും എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എഴുതുക എന്ന് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഞാൻ പ്രത്യേകം പറയുന്നു, ആദ്യത്തെ 4 സെന്റൻസുകൾ എഴുതുന്നത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ബാക്കി 8 വാചകങ്ങളും പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടെൻസ് പരിചയപ്പെടാം. താങ്ക് യു. ബൈ.